അപ്പോൾ ഈ സംഘർഷങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും ഒരുപാട് ആശങ്കകളുണ്ട്. കാരണം ഇറാനിലും ഇസ്രായേലും ഒക്കെ ആയിട്ട് ഒത്തിരി ഇന്ത്യൻസ് അവിടെ ഉണ്ട്, അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്, അവിടെ പഠിക്കാൻ പോയ കുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംഘർഷം ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരുന്നാൽ തുടങ്ങിയ സമയത്ത് തന്നെ ഇവിടെ നിന്നും ഈ കേന്ദ്രത്തിൽ നിന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അടക്കം അവിടുത്തെ നമ്മുടെ പ്രവാസികളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ തുടരണം, ബങ്കറുകളിൽ കഴിയണം, പുറത്തേക്ക് അധികം ഇറങ്ങണ്ട തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. പക്ഷേ ഈ സംഘർഷം ഇങ്ങനെ തുടരുമ്പോൾ, അതും ഇന്നലെ രാത്രിയൊക്കെ കണ്ടത് അതിഭീകരമായിരുന്നു അല്ലേ? അപ്പം ആ ഒരു സാഹചര്യത്തിൽ രാജ്യം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകളിലേക്കാണ്, രാജ്യത്തിൻ്റെ അടുത്ത നടപടികളിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. ഇറാനിലെ തെഹ്റാനിൽ നിന്നും ഇന്ത്യക്കാരെ അർമേനിയ വഴി ഒഴിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. വിദ്യാർത്ഥികളടക്കം 100 ഇന്ത്യക്കാരെയാണ് ഒഴിപ്പിക്കുന്നത്. സംഘത്തിൽ 3 മലയാളികളും ഉണ്ട് എന്നാണ് സൂചന. നമുക്ക് ശരത് ലാലിനോട് ചോദിക്കാം, എന്താണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന്. ശരത്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ഒത്തിരി ആശങ്കയുണ്ട്. കാരണം നമ്മുടെ നിരവധി പേർ 2 രാജ്യങ്ങളിലുമായിട്ടുണ്ട്. ഒരിടത്ത് ഒരു 10-80,000-ഓളം പേരും മറ്റൊരിടത്ത് ഒരു 6,000-7,000 പേരും ഒക്കെ കഴിയുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ. ഇപ്പോൾ ഇവാക്യുവേഷൻ നടപടിക്ക് എപ്പോൾ തുടക്കമാകും? എന്താണ് പുതിയ അപ്ഡേറ്റ് ശരത്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഇന്ത്യൻ എംബസിയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അറിയിപ്പ് പ്രകാരം 119 പേരടങ്ങുന്ന സംഘത്തെ ഇപ്പോൾ അർമേനിയ അതിർത്തിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇതിൽ കേരളത്തിൽ നിന്നുള്ള 3 പേരുണ്ട് എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. അതേപോലെ തന്നെ ഇപ്പോഴുള്ള 45,000 പേരാണ് ഇറാനിലുള്ള ഇന്ത്യക്കാരായിട്ട് രേഖാപരമായിട്ടുള്ളത്. 6,012 വിദ്യാർത്ഥികളും MBBS വിദ്യാർത്ഥികളും അവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ തെഹ്റാനിലുള്ള കാശ്മീരിൽ നിന്നുള്ള 83 വിദ്യാർത്ഥികളാണ് ഈ അർമേനിയ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മറിച്ച് എംബസി ഉദ്യോഗസ്ഥരെ കുടുംബാംഗങ്ങളുണ്ട് എന്നും കൂടി നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞു. എംബസിയിൽ അഭയം പ്രാപിച്ച ഇന്നലെയും ഇന്നും കഴിഞ്ഞ 2 ദിവസങ്ങളായി എംബസിയിൽ അഭയം പ്രാപിച്ച ഇന്ത്യക്കാരെയാണ് ഇപ്പോൾ അർമേനിയ വഴി റോഡ് വഴി എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഏതായാലും വ്യോമമാർഗവും നാവികമാർഗവും അടഞ്ഞു കിടക്കുകയാണ്. കാരണം ഇറാൻ്റെ പോർട്ടുകൾ പോലും ആക്രമിക്കപ്പെടും എന്ന സൂചന ഇസ്രായേൽ നൽകിയതിനാൽ ഇന്ത്യൻ നാവിക കപ്പലുകൾക്കോ അതേപോലെ മറ്റു കപ്പലുകൾക്കോ അവിടെ എത്താൻ കഴിയില്ല. അത് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ വ്യോമ മേഖല ഇറാൻ അടച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും യാത്രാമാർഗം, അതായത് കരമാർഗം ഉള്ള ഒഴിപ്പിക്കൽ മാത്രമേ സേതുലക്ഷ്മി സാധ്യമാവുള്ളൂ. അത് ലെബനോൺ വഴി ഒഴിപ്പിക്കുന്നത് വളരെ ദുഷ്കരമായതിനാൽ ഒന്നുകിൽ ഖത്തർ വഴിയോ അല്ലെങ്കിൽ വിശദമായിട്ട് നമുക്ക് അടുത്ത മണിക്കൂറിൽ ഞാൻ വീണ്ടും ശരത്തിലേക്ക് എത്താം. ഇപ്പോൾ ഇന്ത്യൻസിനെ ഒഴിപ്പിക്കാനുള്ള നടപടികൾക്ക് അവിടെ തുടക്കമായിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശരത് ലാൽ ഡൽഹിയിൽ നിന്ന്.